പ്രിയ വിദ്യാർത്ഥികൾ നമസ്കാരം. V4U മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019-20 അധ്യയന വർഷത്തെ മലയാള സാഹിത്യം BA BScയുടെ മലയാള സാഹിത്യം സെക്കൻഡ് സെമസ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം കാളിദാസനും കാലത്തിൻ്റെ ദാസൻ. പാഠത്തിൻ്റെ പേര് കാളിദാസനും കാലത്തിൻ്റെ ദാസൻ. ലേഖകൻ ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ജോസഫ് മുണ്ടശ്ശേരിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1903 മുതൽ 1977 വരെയുള്ള കാലഘട്ടമാണ്. പണ്ഡിതൻ, നിരൂപകൻ, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ, ചിന്തകൻ, വാഗ്മി എന്നീ നിലകളിൽ പ്രസിദ്ധനായിത്തീരുന്ന ജോസഫ് മുണ്ടശ്ശേരി കൈവയ്ക്കാത്ത ഒരു മേഖലയും കേരളത്തിലില്ല എന്നതാണ് ആദ്യമേ ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ച് പറയാനുള്ള വസ്തുത. അപ്പോൾ ലേഖകനായ ജോസഫ് മുണ്ടശ്ശേരിയെ നമുക്കൊന്ന് അടുത്തറിയാം. 1903 തൃശ്ശൂർ ജില്ലയിലെ കടവിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1903 ജൂലൈ 17 അദ്ദേഹം ജനിച്ചു. അങ്ങനെ കണ്ടശാങ്കടവിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഊർജ്ജതന്ത്രത്തിൽ ബിരുദവും പിന്നീട് സംസ്കൃതത്തിലും മലയാളത്തിലും ബിരുദാനന്ത ബിരുദമൊക്കെ കരസ്ഥമാക്കി. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ അദ്ദേഹം സജീവമായി തൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു. ഒപ്പം തന്നെ മലയാളത്തിലെ സാഹിത്യകാരനും പ്രശസ്തനായ നിരൂപകനും ഒക്കെ തന്നെയായിരുന്നു. എടുത്തു പറയേണ്ട വേറൊരു വസ്തുത എന്ന് പറയുന്നത്, കൊച്ചിയിലും തിരുക്കൊച്ചിയിലും MLA ഒക്കെ ആയിരുന്ന അദ്ദേഹം രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ സജീവമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കൊച്ചിയിലും തിരുക്കൊച്ചിയിലും MLA ഒക്കെ ആയിരുന്നു. കേരളത്തിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? ജോസഫ് മുണ്ടശ്ശേരി. മലയാളം PSC ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യം കൂടിയാണ്. കേരളത്തിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് ബോർഡ് മെമ്പർ, കേരള സാഹിത്യ അക്കാദമി മെമ്പർ, കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ 1ാമത്തെ വൈസ് ചാൻസലർ, കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ 1ാമത്തെ വൈസ് ചാൻസലർ എന്നീ നിലകളിലൊക്കെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മംഗളോദയം, കേരളം, നവജീവൻ എന്നിവയുടെ പത്രാധിപത്യവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, സാഹിത്യ പരിഷത്ത് എന്നിവയിലും അദ്ദേഹം തൻ്റെ വിലയേറിയ കാഴ്ചപ്പാടുകളിൽ നിലനിന്നിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ കരിന്തിരി, മനുഷ്യകഥാനുഗായികൾ ശ്രദ്ധിക്കുക. കരിന്തിരി, മനുഷ്യകഥാനുഗായികൾ, മാനദണ്ഡം, രാജരാജൻ്റെ മാറ്റൊലി, കാലത്തിൻ്റെ കണ്ണാടി, നാടകാന്തം, കവിത്വം, പാശ്ചാത്യ സാഹിത്യ സമീക്ഷ, രൂപഭദ്രത, കാവ്യപീഠിക, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക്, പാറപ്പുറത്ത് വിതച്ച വിത്ത്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ശ്രദ്ധിക്കുക, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. കരിന്തിരി, മനുഷ്യകഥാനുഗായികൾ, മാനദണ്ഡം, രാജരാജൻ്റെ മാറ്റൊലി, കാലത്തിൻ്റെ കണ്ണാടി, നാടകാന്തം, കവിത്വം, പാശ്ചാത്യ സാഹിത്യ സമീക്ഷ, രൂപഭദ്രത, കാവ്യപീഠിക, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക്, പാറപ്പുറത്ത് വിതച്ച വിത്ത്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. കാലത്തിൻ്റെ കണ്ണാടി എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത നിരൂപണമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് പറയുന്ന ഈ ലേഖനം. ശ്രദ്ധിക്കുക, കാലത്തിൻ്റെ കണ്ണാടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യം. കാലത്തിൻ്റെ കണ്ണാടി എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത നിരൂപണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് പറയുന്നത്. കൊഴിഞ്ഞ ഇലകൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരാണ് ഇപ്പോൾ പറഞ്ഞത്, കൊഴിഞ്ഞ ഇലകൾ. ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ച് അടുത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കവി സാമൂഹ്യ ജീവിയാണ്, അല്ലെങ്കിൽ സാഹിത്യകാരൻ സാമൂഹ്യ ജീവിയാണ് എന്നൊക്കെ പറയുമ്പോൾ പലരും ശോഭിക്കാറുണ്ട്. നാൻ ഋഷി കവി എന്നതാണ് അവരുടെ മുദ്രാവാക്യം തന്നെ. നിലം തൊടാതെയുള്ള ഒരു തരം
അലോകഭവ്യന്മാരാണ് കവികളെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ നമ്മുടെ ഏറ്റവും മികച്ച പഴയ സാഹിത്യകൃതികൾ വായിക്കുമ്പോഴൊക്കെ ഈ തർക്കവിഷയം മനസ്സിൽ പൊങ്ങി വരാറുണ്ടെന്ന് മുണ്ടശ്ശേരി പലപ്പോഴും പറയുന്നുണ്ട്. അതായത് എഴുതപ്പെട്ട കാലങ്ങളിലെ സാമൂഹിക സംസ്കാരങ്ങൾ അവയിൽ സ്വാധീന ശക്തിയായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അതത് കാലങ്ങളിലെ സാമൂഹ്യ മര്യാദകൾ ഇത്തരം കൃതികളിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നും മുണ്ടശ്ശേരി വിലയിരുത്തുകയാണ്. ഇപ്പോൾ കാവ്യങ്ങളെ എടുത്ത് പഠിക്കുമ്പോൾ അതാത് കാലഘട്ടത്തിൽ ഈ കവികൾക്ക് സ്വാധീന ശക്തിയായി ഉണ്ടായിരുന്ന സാമൂഹ്യ സംസ്കാരങ്ങൾ, സാമൂഹ്യ മര്യാദകൾ അതാത് കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട കൃതികളിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് മുണ്ടശ്ശേരി പറഞ്ഞു വയ്ക്കുന്നത്. മഹാകാവ്യങ്ങളെ എടുത്ത് പഠിക്കുമ്പോൾ കാലിക ദർശനങ്ങളുടെ കയ്യേറ്റം നമുക്ക് തെളിഞ്ഞു കാണാം. മഹാകാവ്യങ്ങൾ, പണ്ടത്തെ മഹാകാവ്യങ്ങളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ ഇന്നത്തെ കാലവുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവയുടെ കർത്താക്കളായ കവികൾ തങ്ങൾ ജീവിച്ച കാലത്തിൻ്റെ സാമൂഹ്യ സംസ്കാരത്തിന് വേണ്ടുവോളം അടിമപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല എന്നും ഉള്ള വാദത്തെ മഹാകാവ്യങ്ങളിലൂടെ ഈ ലേഖനത്തിൽ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഈ ലേഖനത്തിൽ മുണ്ടശ്ശേരി തൻ്റെ ഈ ഒരു വാദം ഉറപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. മഹാഭാരത കർത്താവിൻ്റെ ശകുന്തള ദുഷ്യന്തൻ പ്രണയവും കാളിദാസൻ്റെ ശകുന്തള പ്രണയവും ചർച്ചയ്ക്ക് എടുക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഈ ലേഖനത്തിൽ കാളിദാസനും കാലത്തിൻ്റെ ദാസനെന്ന് പറയുന്ന ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ്, മഹാകാവ്യങ്ങളുടെ കർത്താക്കളായ കവികൾ തങ്ങൾ ജീവിച്ചിരുന്ന കാലങ്ങളിലെ സാമൂഹ്യ സംസ്കാരങ്ങളും സാമൂഹ്യ മര്യാദകൾക്കൊക്കെ വേണ്ടുവോളം അടിമപ്പെട്ടവരായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ വാദത്തെ ഒന്ന് ഈ മഹാകാവ്യങ്ങളിലൂടെ നടന്നു നീങ്ങി സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ജോസഫ് മുണ്ടശ്ശേരി മഹാഭാരത കർത്താവിൻ്റെ ശകുന്തള ദുഷ്യന്തൻ പ്രണയവും കാളിദാസൻ്റെ ശകുന്തള പ്രണയവും ഒക്കെ ചർച്ചയ്ക്ക് എടുക്കുന്നു കാണാം. മഹാഭാരത കർത്താവിൻ്റെ പ്രണയസങ്കല്പം പരിശോധിക്കുമ്പോൾ അതാത് വിശ്വാദിശായിയായ ഒരു മാതൃകയായിട്ടൊന്നുമല്ല കാണാൻ കഴിയുന്നത്. അതായത് സാമൂഹ്യ ജീവിതത്തിൻ്റെ കൗമാരത്തിൽ അന്യരാജ്യങ്ങൾ എന്ന പോലെ ഭാരതത്തിലും അന്തസ്സുള്ള നാടുവാഴി പ്രഭുക്കന്മാർ നായാട്ടിനും മറ്റും പോകുന്നതിനിടയ്ക്ക് കണ്ടെത്തുന്ന കന്യാജനങ്ങളെ കാമപൂർത്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നുവെന്നും കാര്യം കഴിഞ്ഞൊടുവിൽ പേറ്റേണ്ടി വരുന്ന കന്യാജനങ്ങൾ വാഗ്ദാനങ്ങൾ പാലിച്ചു കിട്ടാനും അവകാശങ്ങൾ വകവെപ്പിക്കാനുമായി കയറി ചെല്ലേണ്ടി വന്നിരുന്നുവെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇത്തരം സംഭവഗതികൾ യാതൊരു പാകവുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ചിത്രം വരച്ചു കാണിക്കുക എന്നതിൽ കവിഞ്ഞൊരു ഉദ്ദേശവും മഹാഭാരത കഥയുടെ വക്താവിനില്ലെന്ന് വേണം പറയാനെന്നാണ് മുണ്ടശ്ശേരിയുടെ അഭിപ്രായം. അതുപോലെ സ്ത്രീ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒന്നാം തരം തൻ്റെടക്കാരികളായ സ്ത്രീകളെയും നമുക്ക് കാണാം. അങ്ങനെ ഒരു തൻ്റെടക്കാരിയായാണ് ശകുന്തള എന്ന കഥാപാത്രത്തെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദുഷ്യന്തനോട് നേരെ കാര്യങ്ങൾ പറയാൻ അവൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ തൻ്റെ ഭാവിയെക്കുറിച്ച് ചില വാഗ്ദാനങ്ങൾ വാങ്ങിയിട്ടേ അവൾ ഗാന്ധർവത്തിന് വഴങ്ങുന്നുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹത്തിന് സ്വയം അബലയായി തീരുന്ന ഒരുവളല്ല മഹാഭാരത കർത്താവിൻ്റെ ശകുന്തള എന്ന് മുണ്ടശ്ശേരി എടുത്ത് കാണിച്ചു തരുന്നു. പുകമൂടിയ കാൽപ്പനിക ലോകത്തിൻ്റെ അമാനുഷ്യങ്ങളായ ജീവിതമൂല്യങ്ങളെക്കാളും അധികം നല്ല വെളിച്ചത്ത് പരമാർത്ഥ ലോകത്തിലെ മാനുഷ്യങ്ങളായ ജീവിതമൂല്യങ്ങളെ ചിത്രരൂപത്തിലൂടെ അല്ലെങ്കിൽ വാക്കുകൾ ചിത്രരൂപത്തിൽ രേഖപ്പെടുത്തി ശകുന്തള ഉപാഖ്യാന കർത്താവിൻ്റെ പ്രധാന ലക്ഷ്യമാക്കി അതിനെ മാറ്റി എടുക്കുകയാണ്. ശ്രദ്ധിക്കുക, പുകമൂടിയ കാൽപ്പനിക ലോകത്തിൻ്റെ അമാനുഷ്യങ്ങളായ ജീവിത മൂല്യങ്ങൾ അധികവും നല്ല വെളിച്ചത്തിലേക്ക്, അതും പരമാർത്ഥികളുള്ള ലോകത്തിലെ മാനുഷ്യങ്ങളായ ജീവിത മൂല്യങ്ങളിലേക്ക് ക്രമപ്പെടുത്തുവാൻ ശകുന്തളോപാഖ്യാന കർത്താവ് ശ്രമിച്ചു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നാണ് പറഞ്ഞത്. പുരുഷൻ്റെ തന്നിഷ്ടവും അതിന് ആയിട്ടുള്ള അധികാരമോഹവും സാധൂകരിക്കാനോ സ്ത്രീയുടെ സ്വതസിദ്ധമായ തൻ്റെയോ അവകാശബോധവും അസാധുവാക്കിയിട്ട് അവളെ വെറുമൊരു പണ്ടമാക്കുവാനോ ഒന്നും കവി കൂട്ടാക്കിയിട്ടില്ല എന്നതാണ് സത്യം. അത്തരമൊരു നിലപാടിൽ നിന്ന് എഴുതാൻ അന്ന് പറ്റിയിട്ടുണ്ടായിരിക്കണം മഹാകവിക്ക്.
സ്ത്രീപക്ഷത്തേക്ക് കടക്കുമ്പോഴാണ് കാളിദാസനെ നിയന്ത്രിച്ച സാമൂഹ്യ ശക്തിയുടെ വിശ്വരൂപം കാണാൻ കഴിയുന്നത്. ദുർവാസാവിൻ്റെ ശാപം തൊട്ട് എല്ലാ കെടുതികളും കവി ശകുന്തളയ്ക്കായി നീക്കി വയ്ക്കുന്നത് നമുക്ക് കാണാം. പുരുഷൻ്റെ മുൻപിൽ തലയുയർത്തിപ്പിടിച്ച് തുല്യമായ വ്യക്തിത്വം അവകാശപ്പെടാൻ മതിയായ മഹാഭാരതത്തിലെ ശകുന്തള കാളിദാസൻ്റെ കയ്യിൽ കണ്വാശ്രമത്തിലെ മാൻപേടയേക്കാൾ കൂടുതൽ അബലയും നിസ്സഹായിയുമായി പോയി എന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. അവൾക്കൊരു വ്യക്തി സ്വാതന്ത്ര്യം അവകാശപ്പെടാനുണ്ടായിരുന്നില്ല. ഈശ്വരനെ പോലും പുല്ലിംഗത്തിലാക്കിയിട്ടുള്ള പുരുഷനെ കൊണ്ട് സ്ത്രീയെ തൻ്റെ ഉപഭോഗ്യ വിഭവങ്ങളിൽ ഒന്നായി വെട്ടിക്കുറപ്പിച്ചിട്ടുള്ള ആ സാമൂഹ്യ നീതിയുടെ സൃഷ്ടിയാണ് കാളിദാസൻ്റെ ശകുന്തള. മഹാഭാരതത്തിലെ ദുഷ്യന്തൻ നാട്ടുകാരോട് ഉത്തരവാദപ്പെടുമ്പോൾ കാളിദാസൻ്റെ ദുഷ്യന്തൻ തന്നോട് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, മഹാഭാരതം കഥയിലെ ദുഷ്യന്തൻ നാട്ടുകാരോട് ഒരു ഉത്തരവാദിത്തം ഉള്ളവനായി മാറുമ്പോൾ കാളിദാസൻ ചമച്ച ദുഷ്യന്തൻ തന്നോട് തന്നെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ട് കാളിദാസനെ കുറ്റപ്പെടുത്തുകയോ അദ്ദേഹത്തിൻ്റെ കവിത്വത്തിൻ്റെ വിലയിടിക്കുകയോ അല്ല തൻ്റെ ഉദ്ദേശമെന്ന് മുണ്ടശ്ശേരി എടുത്തു പറയുന്നുണ്ട്. പ്രാചീന കവികളും അവരുടെ കാലത്തിൻ്റെ കയ്യിൽ ഏറെക്കുറെ കളിപ്പന്തുകളായിരുന്നു എന്ന് സത്യം. സമകാലിക സാമൂഹ്യ മര്യാദകളുടെ പിടിയിൽ നിന്നും കുതറിച്ചാടുവാൻ അത്രയൊന്നും അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയുള്ള വാദവുമായിട്ടാണ് മുണ്ടശ്ശേരി ഈ പാഠത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് പറയുന്ന പാഠത്തിൻ്റെ പ്രത്യേകതയും ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുന്ന പണ്ഡിതൻ, നിരൂപകൻ, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ, ചിന്തകൻ, വാഗ്മി എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധനായി തീർന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും കൃതികളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ പാഠത്തിൽ കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് പറയുന്ന ഈ പാഠത്തിൽ മുണ്ടശ്ശേരി പറയാൻ ശ്രമിക്കുന്നത് ഇത്ര മാത്രമാണ്. അല്ലെങ്കിൽ പാഠത്തെ നമുക്ക് ചുരുക്കി ഇങ്ങനെ വിലയിരുത്താം. കാളിദാസൻ കാലത്തിൻ്റെ ദാസൻ എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം നാടകത്തിലെ ദുഷ്യന്തൻ എന്ന കഥാപാത്രത്തെ മുൻനിർത്തി കാളിദാസനെ വിചാരണ ചെയ്യുകയാണ് മുണ്ടശ്ശേരി ഈ പാഠത്തിലൂടെ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് പറയുന്ന ഈ നിരൂപണത്തിൽ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം നാടകത്തിലെ ദുഷ്യന്തൻ എന്ന് പറയുന്ന കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം നാടകം, ആ നാടകത്തിലെ ദുഷ്യന്തൻ എന്ന കഥാപാത്രത്തെ മുൻനിർത്തി കാളിദാസനെ വിചാരണ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ മുണ്ടശ്ശേരി എന്ന് പറയുന്ന സാഹിത്യകാരൻ താൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല കലാകാരന് അല്ലെങ്കിൽ കവിക്ക് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ദുഷ്യന്തൻ രാജാവായിരുന്നു, അതുകൊണ്ട് തന്നെ ദുഷ്യന്തനെ മോശക്കാരനായി അവതരിപ്പിക്കുവാൻ കാളിദാസന് പറ്റുമായിരുന്നില്ല. മുണ്ടശ്ശേരി പറയുകയാണ്, കാലത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന എഴുത്തുകാരനാണ്. ശ്രദ്ധിക്കുക, മുണ്ടശ്ശേരി എന്ന് പറയുന്ന ഈ എഴുത്തുകാരൻ എപ്പോഴും കാലത്തെക്കുറിച്ച് സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു എഴുത്തുകാരനാണ് എന്നതും വസ്തുതയാണ്. കാലത്തിൻ്റെ ദാസനായി, കാലത്തിൻ്റെ കണ്ണാടിയായി ഈ മാനങ്ങൾ പലപാട് മുണ്ടശ്ശേരിയുടെ കൃതികളിൽ നമുക്ക് കാണുകയും ചെയ്യാം. സാഹിത്യ വിമർശനത്തിൽ തൻ്റെ നിലപാടെന്തെന്ന് മുണ്ടശ്ശേരി വ്യക്തമാക്കുന്നുമുണ്ട്. സംസ്കൃതം പോലുള്ള പ്രാക്തന ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികൾ എത്രമേൽ ഉത്കൃഷ്ടങ്ങളായാലും മാറാനോ പാടില്ലാത്ത ശാശ്വതധർമ്മ സംഹിതകളായി താൻ കണക്കാക്കാറില്ല എന്ന് മുണ്ടശ്ശേരി തുറന്നടിക്കുകയാണ്. ആ അർത്ഥത്തിൽ അവയ്ക്ക് ഒരു ദിവ്യത്വം കൽപ്പിക്കാറുമില്ല. നേരെ മറിച്ച് ഓരോ കാലത്തെ കൃതികളെയും തൽക്കാല നിർദ്ദേശങ്ങളായി ഞാൻ എടുത്തിട്ടുള്ളൂ എന്നാണ് മുണ്ടശ്ശേരിയുടെ അഭിപ്രായം. അതുകൊണ്ടാണ് മുണ്ടശ്ശേരി നേരത്തെ പറഞ്ഞത്, അല്ലെങ്കിൽ മുണ്ടശ്ശേരിയെക്കുറിച്ച് മലയാള സാഹിത്യം വിലയിരുത്തുന്ന കാലത്തെ എപ്പോഴും ഓർമ്മിക്കുന്ന എഴുത്തുകാരനാണ് മുണ്ടശ്ശേരി എന്ന്. അതുകൊണ്ട് തന്നെ കാളിദാസൻ്റെ ശാകുന്തളത്തെ വിചാരണ ചെയ്യുമ്പോൾ ഒരു ദാക്ഷിണ്യവും മുണ്ടശ്ശേരി പ്രകടിപ്പിക്കുന്നുമില്ല. പ്രശസ്തങ്ങളായ മഹാകാവ്യങ്ങളിലെയും നാടകങ്ങളിലെയും പ്രതിപാദ്യങ്ങളെ
അവയുടെ മൂല്യങ്ങളുമായി ഒത്തുനോക്കി പഠിക്കുമ്പോൾ കവികൃത സംസ്കാരങ്ങളിൽ കാലിക ദർശനങ്ങളുടെ എന്ന് പറഞ്ഞാൽ പഴയ മഹാകാവ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആനുകാലിക ദർശനങ്ങളുടെ കയ്യേറ്റം തെളിഞ്ഞു കാണാമെന്ന് കവി പറയുന്നു. ഉലയിൽ വെച്ച് എടുത്ത് തനി പൊന്നാക്കി തീർക്കുന്ന അല്ലെങ്കിൽ ഉലയിൽ വെച്ച് ഊതിയെടുത്ത തനി പൊന്നായ മഹാഭാരതത്തിൽ ദുഷ്യന്തൻ ശകുന്തളയെ നിരസിക്കുന്നതും ജനങ്ങളെ പേടിച്ചിട്ടാണ്. കേൾക്കണേ, ഉലയിൽ വെച്ച് ഊതിയെടുത്ത തനി പൊന്നായ മഹാഭാരതം. ആ മഹാഭാരതത്തിൽ ദുഷ്യന്തൻ ശകുന്തളയെ നിരസിക്കുന്നത് ജനങ്ങളെ പേടിച്ചിട്ട് മാത്രമാണ്. ജനങ്ങളുടെ സംശയ നിവൃത്തി അശരീരിയാൽ ദൂരീകരിച്ചപ്പോൾ ദുഷ്യന്തൻ മകനെയും ഭാര്യയെയും സ്വീകരിക്കുകയും ചെയ്തു. ഈ കഥ നിങ്ങൾ +2 ക്ലാസ്സിൽ പഠിച്ചതാണ്, കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഈ മഹാഭാരത ശാകുന്തളോപാഖ്യാനത്തിൽ പ്രണയം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കും ഉല്ലസിക്കുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല എന്നതും നഗ്നസത്യമാണ്. സത്യധർമാദികൾക്കെതിരായുള്ള പെരുമാറ്റത്തെ വെള്ളയടിച്ച് കാട്ടാൻ പ്രേരണയൊന്നും ഇവിടെയില്ല. ഇമ്മാതിരിക്കാരെ തൊലി പൊളിച്ചു കാട്ടി നാണം കെടുത്തി നന്നാക്കാമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നുവെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അപ്പോൾ മഹാഭാരതത്തിലെ ശകുന്തള ഒന്നാന്തരം തൻ്റെ ഇടക്കാരിയാണ്. നമ്മൾ ആ കവിതയിൽ കണ്ടിട്ടുണ്ട്. ദുഷ്യന്തനോട് നേരെ കാര്യങ്ങൾ പറയാൻ അവൾക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ വാങ്ങിയതിന് ശേഷമാണ് അവൾ ഗാന്ധർവത്തിന് വഴങ്ങിയത്. യുവരാജ്യാർഘ്യമായ മകനെയും കൊണ്ട് രാജസമക്ഷത്ത് എത്തി, അല്ലെങ്കിൽ രാജാവിൻ്റെ മുൻപിലെത്തി. കാര്യങ്ങൾ പറയുന്നിടത്ത് അവൾ തൻ്റെ ഇടം കാണിക്കുന്നുണ്ട്. കാമിനിയുടെ പ്രേമോഷ്മളതയൊന്നും കാമിനിയുടെ പ്രേമോഷ്മളതയിലല്ല, യഥാർത്ഥത്തിൽ ഒരമ്മയുടെ ധർമ്മരോഷത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇരുത്തത്തോടു കൂടിയാണ് അവൾ അവിടെ ദുഷ്യന്തനോട് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് ശകുന്തളയെക്കുറിച്ചാണ്. കാളിദാസൻ്റെ ദുഷ്യന്തനെ അദ്ദേഹം ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് രക്ഷിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ആളായി ശകുന്തള മാറുകയാണ്. ദുർവാസാവ് ശപിക്കുകയാണ്. ഭർത്താവിൻ്റെ മുൻപിലും കണ്വാശ്രമത്തിൽ നിന്നെത്തിയ സ്വജനങ്ങളുടെ മുൻപിലും അവൾ വഴി പിഴച്ചവളായി മാറുന്നു. എല്ലാവരാലും ഉപേക്ഷിച്ച് അവളെ മേനക വന്ന് രക്ഷിച്ച് കാശ്യപാശ്രമത്തിൽ എത്തിക്കുകയാണ്. നിരസനം ഇവിടെ ദയനീയമാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു രാജാവിൻ്റെ കുറ്റങ്ങളെ ഒപ്പിയെടുക്കാനെന്നല്ല, അയാളെ തികച്ചും വെള്ളയടിച്ച് കാണിക്കാൻ തന്നെ കാളിദാസന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കാളിദാസന് അതിനൊരു ലക്ഷ്യം ഉണ്ടായി എന്നാണ് മുണ്ടശ്ശേരിയുടെ അഭിപ്രായം. ക്ഷത്രിയാധിഷ്ഠിതമായ അന്നത്തെ സാമൂഹ്യനീതിയാണ് കാളിദാസൻ്റെ തൂലികയിൽ നമ്മൾ കാണുന്നത്. ക്ഷത്രിയാധിഷ്ഠിതമായ അന്നത്തെ സാമൂഹ്യനീതിയാണ് കാളിദാസൻ തൻ്റെ തൂലികയിലൂടെ പകർന്ന് വയ്ക്കുന്നത്. കാളിദാസൻ്റെ കഥാപാത്രങ്ങൾ വെച്ച് ഏറ്റവും സഹാനുഭൂതി അർഹിക്കുന്ന ഒന്നായി മാറുകയാണ് ശകുന്തളോപാഖ്യാനത്തിലെ ശകുന്തള. ശ്രദ്ധിക്കുക, കാളിദാസൻ്റെ കഥാപാത്രങ്ങളിൽ വെച്ച് ഏറ്റവും സഹാനുഭൂതിയുള്ള ഒരു കഥാപാത്രമാണ് ശകുന്തള. പുരുഷൻ്റെ പ്രണയമാണ് ശകുന്തളോപാഖ്യാനത്തിൽ, അല്ലെങ്കിൽ ശകുന്തള എന്ന് പറയുന്നത് എന്ന കാവ്യത്തിലുള്ളതെന്ന് എല്ലാവരും പറയും. പക്ഷേ യാഥാർത്ഥ്യം അതാണോ എന്ന് മുണ്ടശ്ശേരി ചോദിക്കുകയാണ്, ചൂണ്ടിക്കാണിച്ച് ചോദിക്കുകയാണ്. ദുഷ്യന്ത രാജാവ് നായാട്ട് നടത്തുന്നതിനിടയിൽ കണ്വാശ്രമത്തിലെത്തുകയും മുനി കന്യകയായ ശകുന്തളയെ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്യുകയും ചെയ്യുന്നു. അതാണ് കഥ. ഗർഭിണിയായ അവളോട് ആളെ അയച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ കാലങ്ങൾ കുറേ കഴിഞ്ഞു. ആരും വന്ന് കാണാകിയാൽ കണ്ണു മഹർഷി ആളെ കുട്ടി ശകുന്തളയെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. തനിക്കറിയില്ലെന്ന് രാജാവ് പറഞ്ഞ് കൈമലർത്തിയപ്പോൾ കൂടെ വന്നവരും അവളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. അമ്മയായ മേനകയാണ് അവളെ ആ വിഷമസന്ധിയിൽ രക്ഷപ്പെടുത്തി കശ്യപാശ്രമത്തിൽ എത്തിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇന്ദ്രലോകത്ത് നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ കശ്യപാശ്രമത്തിലെത്തിയ ദുഷ്യന്തൻ ശകുന്തളയോട് കുറ്റസമ്മതം നടത്തി ശകുന്തളയെയും മകൻ സർവദമനെയും കൂട്ടി പോകുന്നതാണല്ലോ കഥ. ഇത് ഗീതയെ തൊട്ട് ടാഗോർ വരെയുള്ള സാഹിത്യകാരന്മാരുടെ പ്രശംസ നേടിയ പ്രണയമാണ് എന്ന് നമ്മൾ കാണണം. പക്ഷേ മുണ്ടശ്ശേരിക്ക് ടാഗോർ പറഞ്ഞതുപോലെ പുഷ്പത്തിൽ നിന്ന് ഫലത്തിലേക്കും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കും കാളിദാസൻ ഉയർത്തി എന്ന കാര്യമൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നതാണ് വസ്തുത. മഹാഭാരതത്തിൽ കാണുന്ന ശകുന്തളോപാഖ്യാന കഥയിൽ പണ്ടത്തെ പല രാജാക്കന്മാരും ചെയ്യാറുണ്ടായിരുന്നതുപോലെ ദുഷ്യന്തനും നായാട്ടിന് പോയ കൂട്ടത്തിൽ കണ്ടെത്തിയ കന്യകയെ യഥായോഗ്യം അനുനയനം ചെയ്ത്
ഗാന്ധർവ മര്യാദയിൽ പരിഗ്രഹിക്കുന്നു. കുറേ നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നു. പെറ്റു വളർത്തിയ കുട്ടി ദുഷ്യന്തൻ്റെ വാഗ്ദാനമനുസരിച്ച് യുവരാജ പദവിക്ക് അർഹനായി എന്ന് കണ്ടപ്പോൾ കണ്വ മഹർഷിയുടെ ആജ്ഞയനുസരിച്ച് ശകുന്തള കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ദുഷ്യന്തൻ ബഹുകന്യകാലോലരായ തമ്പുരാക്കന്മാർ സ്വാഭാവികമായി ചെയ്യുന്ന മട്ടിൽ തന്നെ അവളെയും കുട്ടിയും നിർദ്ദയം നിരസിച്ചു. പൊടുന്നനെ വസ്തുസ്ഥിതി വെളിപ്പെടുത്തിയ അശരീരി ഉണ്ടാവുകയാൽ ശകുന്തളയോട് വാസ്തവം വെളിപ്പെടുത്തി അവരെ സ്വീകരിക്കുകയാണ്. പുരുഷൻ്റെ മുൻപിൽ വ്യക്തിത്വത്തോടെ തലയുയർത്തി നിൽക്കേണ്ട കഥാപാത്രത്തെയാണ് അശരണയാക്കി കാളിദാസൻ അവിടെ മാറ്റിവെച്ചത്. നാടുവാഴിത്തമുള്ള ഒരു പുരുഷനെ പരിത്യജിക്കുക എന്ന കർമ്മം ചെയ്തതുകൊണ്ട് കുറ്റപ്പെടുത്തിയാൽ അത് സമകാലിക നീതിക്ക് നിരക്കാത്തതായിത്തീരും. ദുർവാസാവിനെ കൊണ്ട് ശാപം കൊടുപ്പിച്ച് ദുഷ്യന്തനെ രക്ഷപ്പെടുത്തി ശകുന്തളയെ അപമാനിതയും ദുരന്ത നായികയുമാക്കി എന്നതാണ് വാസ്തവമെന്ന് മുണ്ടശ്ശേരി നിരൂപണത്തിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രാചീന കവികളും അവരവരുടെ കാലത്തിൽ കയ്യിൽ കളിപ്പാവകളായിരുന്നുവെന്ന് മുണ്ടശ്ശേരി നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ കേൾക്കുക, പ്രാചീന കവികളും അവരവരുടെ കാലഘട്ടത്തിൽ ഭരണകർത്താക്കളുടെ കയ്യിലെ കളിപ്പാവകളായിരുന്നു. ഇതാണ് മുണ്ടശ്ശേരി പറഞ്ഞു വയ്ക്കുന്നത്. സമകാലിക സാമൂഹ്യ മര്യാദകളുടെ പിടിയിൽ നിന്ന് കുതിറിച്ചാടുവാൻ അത്രയ്ക്കൊന്നും അന്നത്തെ സാഹിത്യകാരന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് മുണ്ടശ്ശേരി ഈ കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലൂടെ സംസാരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ അടുത്ത പാർട്ടിൽ അടുത്ത ഭാഗം നമുക്ക് പഠിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.